ട്രൂ കോളർ, യൂട്യൂബർ ടാറ്റ. ഹായ്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് അടക്കാം. എന്താ പേര്? പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു അനാനിമസ് കോളാണ്. വിശ്വാസിയാ? ഓ, വിശ്വാസിയാണ്. വിശ്വാസിയാണെങ്കിൽ പേര് പറയാലോ. അന്തപുരത്തിൽ അമ്മച്ചിയുടെ പേരെന്താ? പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അത് വേണ്ട, നിങ്ങൾ റെക്കോർഡ് ചെയ്യും എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ്. എന്നാ പേടിക്കാൻ വരട്ടെ, പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. എന്ത്? എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. നീ ഇതിനു വേണ്ടി എന്തൊരു തൂറക്കോ ആ തൂറുന്ന് വായിഞ്ഞിറങ്ങി. ഞാൻ വരൂല. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടി തീർന്നാ വംശനാശം. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ഞാൻ വേണേ വലുതാലം വെച്ച് തുടങ്ങിത്തരാം. വെൽക്കം ടു കോയ കോളിംഗ്. എന്റെ കഴിവ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ റസൂലിനെ എത്രമാത്രം അവഹേളിച്ചിട്ടാണ് വീഡിയോസ് ഇടുന്നത്? നിർത്ത് മോനെ മഹാരാജ്. എന്താണ് ഞാൻ അവഹേളിച്ച്? ഒരു ഉദാഹരണം പറയാമോ? ഇതിന് ഒരു എക്സാമ്പിൾ சொல்லு. ഉദാഹരണം എന്തിനു ഞാൻ പറയണത്? നിങ്ങൾ കണ്ടെത്തിയ അവഹേളനം എന്താണെന്ന് പറഞ്ഞു എനിക്ക് എളുപ്പമായി. നിങ്ങൾ ആയിഷ ബീവിനെ എത്ര തെറി പറയുന്നുണ്ട്? ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് എങ്ങനെയുണ്ട്? ആയിഷ ബീവിയെ ഞാൻ തെറി പറയില്ല. ആയിഷ ബീവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇസ്ലാം കണ്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ യുക്തിവാദിനിയാണ് ആയിഷ. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് നബീനെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവരോടൊക്കെ എനിക്ക് ബഹുമാനമാണ്. ഓക്കെ, എനിക്കൊരൊറ്റ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല? എന്താണ് ബ്രോ, മോഡേണോ? ആണെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയാണ്. അങ്ങനൊന്നും പറയരുതേക്ക്, അത്ര ഇഷ്ടമാണ്. എനിക്കും പണ്ടൊരു ഫേക്ക് ഐഡി ഉണ്ടായിരുന്നു. എനിക്ക് ചോദിക്കണം അവനോട്. ഒറ്റ കാര്യം മാത്രം, അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല, പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. പ്രപഞ്ചം ഡിങ്കൻ ഉണ്ടാക്കി. ആ പണ്ട് വാലുള്ള ബാലരമയിലുള്ള ഡിങ്കനാണോ? അതെ, എങ്ങനെ മനസ്സിലായി? പണ്ടുള്ള പൂമ്പാറ്റിയും ബാലരമയാണ്. നിങ്ങൾ എന്തിനാണ് അതിനെ അവഹേളിക്കുന്നത്? ഖുർആനെ ഞാൻ അവഹേളിച്ചപ്പോ നിങ്ങൾക്ക് വിഷമല്ലേ? എന്റെ ബാലരമേനെ ബാലമംഗലത്തെ തൊട്ട് കളിക്കരുത്. കിട്ടിയല്ലോ, ഇവിടെ ബാലരമയിൽ ഞാൻ കേട്ട ഡിങ്കൻ ബാലരമയിൽ ഞാൻ കേട്ട ഇസ്ലാമിലെ അള്ളാഹു ഒരു ഭൂലോക ദുരന്താണ്. ഇത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. പാച്ചേട്ടാ അവമാനിക്കരുത്. ഇതുപോലെ പെണ്ണുപിടിച്ച് നടക്കുന്ന ഒരു പ്രവാചകനൊക്കെ അയക്കാൻ ദുരന്തം അള്ളാഹു. അയ്യേ, എന്താ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. സൂപ്പർ ജിഗിടിയാ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? അലവലാദികൾ. ചോദിക്കണം. ഓക്കെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേരിട്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് ഉപേക്ഷിക്കാത്തത്? നിങ്ങൾ പറയൂ. ഇവിടെ മുസ്ലിം ആയിട്ടുള്ള ആളുകളുണ്ട്, അറിയാലേ? മുസ്ലിം അല്ലാത്ത ആളുകൾ നിങ്ങൾ എന്തെന്നാ വിളിക്കാറ്? രാമൻ എന്നോ, അല്ലെങ്കിൽ മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലി എന്താ പറയുന്നത്? അതൊക്കെ വിട്. നിങ്ങൾ ഖുർആനിൽ എന്താ വിളിക്കണത്? മുസ്ലിം അല്ലാത്ത വ്യക്തിയെ ഖുർആനിൽ എന്താ വിളിക്കുന്നത്? മുസ്ലിം അല്ലാത്ത വ്യക്തിയെ ഖുർആനിൽ എന്താ വിളിക്കുന്നേന്നോ? വേണ്ട, വെറുതെ പ്ലഷർ കൂട്ടണ്ട, ചുമ്മാതെ ചോദിച്ചതാ. യാ അയ്യുഹൽ മുഅ്മിനൂൻ, യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി മുസ്ലിം അല്ലാത്ത ആളുകൾ എന്താ നിങ്ങൾ വിളിക്കാറ്? യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അത് വിളിക്കണത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പം വീണെടുത്ത് കിടന്ന് ഉരുളരുത്. യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്ന് നിങ്ങൾ വിളിക്കും, യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് നിങ്ങൾ വിളിക്കും. ഇനി നിങ്ങൾ വിളിക്കേണ്ട മൂന്നാമതൊരു കൂട്ടരാണ് യാ അയ്യുഹൽ എക്സ് മുസ്ലിമൂൻ. അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ദിവസമായിട്ട്. എന്നിട്ട് അവരെ കയറിയിട്ട് ഞാൻ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ വിളിച്ചില്ല, പക്ഷെ ഖുർആനിലുണ്ടല്ലോ. അയ്യോ, വീണ്ടും പോയിന്റ്. ഖുർആനിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിക്കുമ്പോണ്ടാ. അപ്പൊ ഖുർആനിലുള്ള നിങ്ങൾ തള്ളൂ. അപ്പൊ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. അതൊരിക്കലും തള്ളൂല. അത് അതിനെ അപ്പൊ നിങ്ങൾ അത് വിളിക്കേണ്ട ആവശ്യം വന്നാൽ നിങ്ങൾ വിളിക്കില്ലേ? കൊടുക്കുന്നതാണ് ബ്രോ. ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. പറയണ കേക്കൂ. താത്ത റെഡി ആയാൽ ഞാൻ പേജറാവും. ഓക്കെ,
എങ്ങനെ ചോദിച്ചതിന് ഉത്തരം? അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ്, ഖുർആനിൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിക്കുന്നുണ്ട്, മുഹമ്മദ് നബി വിളിച്ചിട്ടുണ്ട് കാഫിറുകളെ. അതെന്താ തെറ്റ്? One ചോദിച്ചതിന് minute. ഉത്തരം പറയും. മുഹമ്മദ് നബി ഇത്രയ്ക്ക് വിവരം കെട്ട ആളാണോ ഇത്ര മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ? നിങ്ങൾ പറയൂ, മുഹമ്മദ് നബി അങ്ങനെ ഒരു മോശം വിളി വിളിച്ചത് ശരിയോ തെറ്റോ? ഹലോ ഇന്നല്ലാഹ മഹസ്വാബിരീൻ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മുഅ്മിനാണ്. ചിമ്മിനി അല്ല മെൻമിനി ആള് കൊള്ളാലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വാക്കുകൾ ഞാൻ ക്ഷമിക്കുകയാണ്. കാരണം ക്ഷമ ഈമാനിന്റെ എന്നാ പകുതിയാണ്. ക്ഷമയോടുകൂടി ചോദിച്ചതിന് ഉത്തരം പറയേ. ഇതാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇന്നല്ലാഹു മഅസ്സാബിരീൻ നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. അസ്വബറു നിസ്ഫുൽ ഈമാൻ കേട്ടിട്ടില്ലേ? ഈമാനിന്റെ പകുതിയാണ് ക്ഷമ. ഒന്ന് ക്ഷമ കൈക്കൊള്ളു. അല്ല, അതില് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അത് വേറെ ഉണ്ടെന്നേ. ഇന്നല്ലാഹു മഅസ്സാബിരീൻ ഉണ്ട്, അത് അള്ളാഹു കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ ഇപ്പൊ അള്ളാഹു ഇല്ലാന്ന് തോന്നുന്നു. അതാണ് നിങ്ങൾ ഇങ്ങനെ റെഡി ആവണത്. ആഹാ, എന്റെ ഈ വോയിസ് ദയവ് വിചാരിച്ചെടുത്തിടരുതെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ കേട്ടോ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ദയവ് വിചാരിച്ചെടുത്തിടരുതെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ കേട്ടോ. അത് പള്ളി പറഞ്ഞാൽ മതി കേട്ടാ, ഞാൻ എന്തായാലും ഇടും. 5 minutes later. എന്നാ നിങ്ങൾക്കുള്ള പണി ഞാൻ നല്ല ഇതിൽ അങ്ങ് തരുകയും ചെയ്യും. ഗുണ്ടയാണല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് എനിക്ക് പണി തരേണ്ട പണി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഗതികേടെന്ന് ആലോചിക്കുക. നിങ്ങൾ എന്താ അള്ളാഹുവിന്റെ ഗുണ്ടയാണോ? എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. നിങ്ങൾ ഗുണ്ടിത്താത്തയാണോ? ആര്? നിങ്ങൾ അള്ളാഹുവിന്റെ ഗുണ്ടിയാണോന്ന്? ഇനി തെറ്റിദ്ധരിക്കണ്ട, വാക്ക് തെറ്റിദ്ധരിക്കണ്ട, അക്ഷരം ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഗുണ്ടയാണോ? അള്ളാഹുവിനെ പണി തരാൻ അറിയില്ല എനിക്ക്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണോ അത്? മനുഷ്യൻ എന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് ഒക്കെ കൈവച്ചാൽ മതി. ഇവിടെ വിമർശനം തുടരും. മുഹമ്മദ് നബിയുടെ ഓരോ അവഹേളനം നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. നിങ്ങൾ പറഞ്ഞു കാസുറുകളെ എന്ന് നിങ്ങൾ വിളിക്കാറില്ല എന്ന് പറഞ്ഞു. അത് വിളിച്ചാൽ വലിയ മോശമാണെന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദ് നബി വിളിച്ചിട്ടുണ്ടല്ലോ. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. എന്താ കാഫിർ എന്ന് പറഞ്ഞാല്? കാഫിർ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. പിന്നെ എന്താന്ന് നിങ്ങൾ പറയേ, എന്താ കാഫിർ എന്ന് പറയേ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇത് എനിക്ക് അറിയാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞത് വളരെ മോശമാണെന്ന്. നിങ്ങൾ പറയാം എന്താ കാഫിർ? നിങ്ങൾ മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓക്കേ ഫ്രണ്ട്സ്, എല്ലാവരും ശരിക്ക് കണ്ടോണം. നിങ്ങൾ ഇന്ന് ഖുർആന്റെ അർത്ഥം വായിച്ചിട്ടുണ്ടോ രാവിലെ എഴുന്നേറ്റിട്ട്? ഖുർആന്റെ അർത്ഥം എന്തിനാ ഞാൻ വായിക്കുന്നത്? ഞാൻ ഖുർആൻ തന്നെ ഓതുന്നില്ലേ? ഖുർആൻ തന്നെ ഓതുണ്ടെന്നോ? അപ്പൊ വെറുതെ ഇങ്ങനെ അറബിയിൽ എന്തെങ്കിലും മാനത്ത് നോക്കി ഓതിയാൽ മതി. അതിൽ എന്താ പറഞ്ഞിരിക്കണെന്ന് അറിയണ്ടേ? അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ഏതാ സൂറത്ത് ഓതിയത്? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ. അതിന്റെ അർത്ഥം എന്താ? അത് നിങ്ങൾ പറ, ഞാൻ അർത്ഥം പഠിച്ചിട്ടില്ല. നിങ്ങൾ പറ. നിങ്ങളല്ലേ അപ്പൊ ഖുർആൻ എടുക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥം നോക്ക്. അത് ചെയ്താ പോരെ? അല്ല, നിങ്ങളല്ലേ അർത്ഥം. ഞാൻ ഇന്ന് അർത്ഥം വായിച്ച ഖുർആന്റെ ഭാഗം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 9:5 ഞാൻ ഇന്ന് വായിച്ചത്. അതായത് കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല. ഇതാണ് ഞാൻ വായിച്ചത്. കേൾക്കുന്നവർക്ക് എല്ലാം അറിയാം. ഇത് കേൾക്കുന്നവർക്ക് അതെ, കേൾക്കുന്നവർക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കേൾക്കുന്നവർക്ക് മുഴുവൻ ഇപ്പൊ ഖുർആനൊക്കെ അറിയാം. നിങ്ങളെ പോലുള്ള കുറച്ച് മദ്രസ താത്തമാർക്ക് മാത്രമേ ഇതൊന്നും അറിയാത്തുള്ളൂ. നിങ്ങൾ പോയി പഠിച്ചൂടെ? 1 മിനിറ്റ്. നമ്മൾ ഇങ്ങനെ മദ്രസയിൽ പഠിക്കുന്നോണ്ടല്ലേ ഖുർആനെ നമ്മളിങ്ങനെ ഓതാൻ കഴിയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മദ്രസ പൊട്ടത്തി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വായിച്ചത്, ഇപ്പൊ നിങ്ങൾ ഒരു ഇംഗ്ലീഷിലൊരു സാധനം വായിച്ചാൽ നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയണ്ടേ? അത് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ വായിക്കാം. മലയാളത്തിൽ എഴുതുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ വായിക്കാൻ പറയുകയും ചെയ്യുന്നത്. ഇതറിയാതെ ഒരു എന്താണ് അർത്ഥം എന്ന് നിങ്ങൾ അറിയാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഈ ഖുർആനിൽ അറബിയിൽ എഴുതിയത് ഇരുന്ന് ഇങ്ങനെ വായിക്കുക. അതിൽ എഴുതിയത് എന്തോ നല്ല സാധനമാണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ടന്മാരെന്ന് വിളിക്കുന്നത്. 20 minutes later. കേൾക്കാവോ? റേഞ്ച് പോയി, കട്ടായി. എങ്ങനെ കേട്ടില്ല? എന്താ ചോദിച്ചാ? വ്യഭിചരിക്കാം, കള്ളു കുടിക്കാം, പെണ്ണ് പിടിക്കാം, കട്ടെടുക്കാം, അങ്ങനെ വേണ്ടുന്ന മറ്റുള്ളവരുടെ മുതല് അപഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റു മതങ്ങളിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇസ്ലാമിൽ നിങ്ങൾക്ക് വ്യഭിചരിക്കാം, ഇസ്ലാമിൽ നിങ്ങൾക്ക് കക്കാം. ഇതൊക്കെ ഇസ്ലാമിൽ അനുവദനീയാണല്ലോ. നിങ്ങൾ പറയൂ, ഈ മാര്യത്തുൽ കിബ്തിയ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ അടിമ സ്ത്രീ. ആ അടിമ സ്ത്രീയെ മുഹമ്മദ് നബി കല്യാണം കഴിക്കാതെ അല്ല ഇട്ട് പൂശിയിരുന്നത്. അത് വ്യഭിചാരല്ലേ? വല്ല കാര്യം അതെങ്ങനെ അവിടെ വെക്കണത്? നിങ്ങൾ വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാര്യത്തുൽ കിബ്തിയെ കുറിച്ച് പറയേണ്ടി വരും. റസൂലിനെ
പറയുമ്പോ നമുക്ക് കുറച്ച് പൊള്ളും. കാരണം നിങ്ങൾ പൊള്ളണല്ലോ. ഞാൻ ആ റസൂലിനെ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹബീബിനെ നിങ്ങൾ സ്നേഹിച്ചോളൂ, പക്ഷെ നമ്മളോട് സ്നേഹിക്കാൻ പറയരുത്. കാരണം ഇതുപോലുള്ള തെണ്ടിത്തരൊക്കെ കാണിച്ച ഒരാളെ ഹബീബ് എന്ന് വിളിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അത് നിങ്ങൾ വിളിച്ചോ. ഒരൊറ്റ അതാ ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ആണ്. ഒന്നും മിണ്ടാതിരിക്കടി, സംസാരിക്കുന്നുണ്ടല്ലേ. ഞാനിപ്പോ നമ്മളുടെ ഗോവിന്ദ ചാമീനെ റസൂലുള്ളാഹ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. ഇമാതിരി തണ്ടിത്തരൊക്കെ ചെയ്ത ഒരാളെ അത് ഗോവിന്ദ ചാമിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇനി കരഞ്ഞു പറഞ്ഞു കേട്ടില്ലേ? ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു യുദ്ധം വന്നു വിചാരിക്കുക, നിങ്ങൾ കാഫറിന് എന്തെന്നാ വിളിക്കുക? അത് ആ സമയം യുദ്ധ സമയം എത്തട്ടെ, അപ്പൊ നമ്മൾ തീരുമാനിക്കും. അപ്പൊ നിങ്ങൾ വിളിക്കുന്നു, അതല്ല ഉദ്ദേശിച്ചത്. அன்பா இருந்தாலும் சரி, அப்பா இருந்தாலும் சரி, நல்லா பெருசா வைக்கணும். அப்பதான் என்னைக்குமே நம்மள மறக்க மாட்டாங்க.